വെടിനിർത്തൽ ലംഘനം കൈമാറും. മൃതദേഹം കൈമാറാൻ വിസമ്മതിക്കുന്നതാണ് വെടിനിർത്തൽ ലംഘനം തുടരാൻ കാരണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഗസയിലേക്ക് റഫ അതിർത്തിയിൽ നിന്നും തുറന്നു കൂടുതൽ സഹായം എത്തിക്കണമെന്ന് UN രക്ഷാസമിതി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. അതിനിടെ ഗസയിൽ ഇസ്രായേൽ പിന്തുണയോടെ ഭക്ഷണ വിതരണം നടത്തിയിരുന്ന വിവാദ US സംരംഭമായ GHF പ്രവർത്തനം നിർത്തി. ഭക്ഷണ വിതരണം എന്ന പേരിൽ നടക്കുന്നത് പലസ്തീനികൾക്കുള്ള മരണക്കെണിയാണെന്നും ഇത് നിർത്തിവെക്കണമെന്നും ആവശ്യമുയർന്നിരുന്നു. അഴിമതി കേസിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ വിചാരണ തുടരുകയാണ്. MC നാസർ ചേരുന്നുണ്ട്. MC, ഇന്നും ആക്രമണം തുടരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഭക്ഷണ വിതരണത്തിനായി നേരത്തെ ഇസ്രായേലും അമേരിക്കയും ഒക്കെ കൂടി ചേർന്നുള്ള GHF അതിന്റെ പ്രവർത്തനം നിർത്തുകയാണ്. ആ സ്ഥലങ്ങളിലായിരുന്നു കൂടുതൽ ആക്രമണങ്ങൾ നടന്നതും കൂടുതൽ പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നത് വെടിനിർത്തലിന് മുൻപ്. എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ ഗസയുമായി ബന്ധപ്പെട്ട്? തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ അല്പം മുമ്പാണ് ഒരു മൃതദേഹം കൂടി, ബന്ദിയുടെ മൃതദേഹം ഹമാസ് നേതൃത്വമാണ് ഇസ്രായേലിന് കൈമാറിയിരിക്കുന്നത്. ഇതോടുകൂടി ഏറെക്കുറെ കൂടുതൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇതിനകം തന്നെ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ഇനി 1-2 മൃതദേഹങ്ങൾ കൂടി മാത്രമാണ് കൈമാറാൻ ബാക്കിയുള്ളത്. അതിനുള്ള തെരച്ചിൽ പ്രക്രിയ വളരെ ഊർജിതമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടും ഹമാസും അതോടൊപ്പം തന്നെ ഇസ്ലാമിക് ജിഹാദും മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇന്ന് വൈകിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഒരു പ്രതികരണം നടത്തിയത്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വെടിനിർത്തൽ ലംഘനം എന്നത് ബന്ദികളുടെ മൃതദേഹം കൈമാറാൻ ഹമാസും ഇസ്ലാമിക് ജിഹാദും 2 പോരാളി സംഘടനകൾ മടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു വെടിനിർത്തൽ ലംഘനം തങ്ങൾക്ക് നടത്തേണ്ടി വന്നത് എന്ന അർത്ഥത്തിലുള്ള ഒരു ന്യായീകരണമാണ് നെതന്യാഹു നടത്തിയത്. പക്ഷേ നമുക്കറിയാൻ സാധിക്കുന്നത് പോലെ 28 ബന്ദികളുടെ മൃതദേഹങ്ങളിൽ ഏറെക്കുറെ 26 ഇപ്പോൾ കൈമാറി കഴിഞ്ഞിരിക്കുന്നത്. ഇനി 1-2 ബന്ദികളുടെ മൃതദേഹങ്ങൾ മാത്രമാണ് കൈമാറാനുള്ളത്. അതോടൊപ്പം തന്നെ ജീവനോടെയുള്ള 20 ബന്ദികളെയും ഒക്ടോബർ 10 ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന അന്ന് തന്നെ ഹമാസ് നേതൃത്വം വിട്ടയക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രക്രിയയും പൂർത്തീകരിക്കപ്പെട്ടിട്ടും തങ്ങൾ വെടിനിർത്തൽ ലംഘനം നടത്തുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്ന വ്യാജമായിട്ടുള്ള ഒരു ആഖ്യാനം ചമയ്ക്കുകയാണ് നെതന്യാഹു ചെയ്യുന്നത്. നമുക്കറിയാൻ സാധിക്കുന്നത് പോലെ ഒക്ടോബർ 10 പ്രാബല്യത്തിൽ വന്ന ഈ വെടിനിർത്തൽ ഇപ്പോൾ ഇന്ന് ഏതാണ്ട് 1.5 മാസം പിന്നിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനിടയിൽ 500-ലധികം തവണയാണ് ഇസ്രായേൽ നേരിട്ട് തന്നെ ഈ വെടിനിർത്തൽ ലംഘിക്കുകയും നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തത്. ഏതാണ്ട് 400ഓളം പലസ്തീനികളെ ഇതിലൂടെ വേട്ടയാടുകയും 800-ലധികം പേർക്ക് പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടു. അതോടൊപ്പം തന്നെയാണ് മറ്റ് വെടിനിർത്തൽ വ്യവസ്ഥകളിൽ ഒന്നും തന്നെ പ്രായോഗിക തലത്തിൽ അത് നടപ്പാക്കാനുള്ള ഒരു ശക്തമായിട്ടുള്ള നടപടിയും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നലെ ചേർന്ന UN രക്ഷാസമിതി തന്നെ അടിയന്തരമായിട്ട് ഗസയിലേക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് ഉപകരണങ്ങളും സംവിധാനങ്ങളും ഒരുക്കണമെന്ന് ഇസ്രായേലിനോട് വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുവേണ്ടി കൂടുതൽ അതിർത്തികൾ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒക്ടോബർ 10 നിലവിൽ വന്ന ഈ വെടിനിർത്തൽ കരാറിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ പോലും റഫ അതിർത്തി തുറക്കണമെന്നാണ്. കാരണം റഫ അതിർത്തി തുറന്നാൽ മാത്രമാണ് കൂടുതൽ ഗസയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൂടുതൽ സുലഭമായ തോതിലുള്ള ഭക്ഷ്യവസ്തുക്കളും വെള്ളവും മരുന്നും മറ്റു ഉപകരണങ്ങളും എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ പോലും ഗസയിലെ റഫ അതിർത്തി തുറക്കുന്നത് സംബന്ധിച്ച ഒരു തീർപ്പിലേക്കും ഇസ്രായേൽ നേതൃത്വം എത്തിയിട്ടുമില്ല ഈ 1.5 മാസം പിന്നിടുന്ന ഈ ഒരു ഘട്ടത്തിലും. ഇനിയുള്ള ഭക്ഷണ വിതരണം ഏത് തരത്തിലായിരിക്കും എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളുണ്ടോ? അപ്പൊ നേരത്തെ MC സൂചിപ്പിച്ചതുപോലെ റഫ അതിർത്തി തുറക്കാത്തത് കാരണമുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ, വീണ്ടും പട്ടിണിയിലേക്ക് കടക്കുന്നത്, കുടിവെള്ളം പോലും ഇല്ലാത്ത സാഹചര്യമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിലവിലുണ്ടായിരുന്ന പ്രവർത്തനം കൂടി നിൽക്കുന്നത് അത് ഏത് തരത്തിലായിരിക്കും ബാധിക്കുക? തന്നെ നമുക്കറിയാൻ സാധിക്കുന്നത് പോലെ നേരത്തെയൊക്കെ ഈ ആക്രമണം തുടരുന്ന ഒരു ഘട്ടത്തിൽ പോലും UN-ന്റെ നേതൃത്വത്തിൽ യുനർവ എന്ന ഏജൻസിക്ക് ചുവടെ ഏതാണ്ട് 400ഓളം കേന്ദ്രങ്ങളിലായിട്ട് ഏറെക്കുറെ പരിമിതമായിട്ടുള്ള സാഹചര്യത്തിലാണെങ്കിൽ പോലും ഭക്ഷ്യവിതരണം കുറ്റമറ്റ രീതിയിൽ നടന്നിരുന്നു. അതിനുവേണ്ടി നിരവധി 100കണക്കിന് UN ഉദ്യോഗസ്ഥരും ജീവനക്കാരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ അണിനിരന്നിരുന്നു. അതുകൊണ്ട് പട്ടിണിയുടെ ഒരു സാഹചര്യത്തെ പരമാവധി ചെറുക്കാൻ ഈ യുനർവയുടെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. പക്ഷെ അതിനെ തകിടം മറിക്കുകയും
ഈ വംശഹത്യാ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ഭക്ഷണവും വെള്ളവും നിഷേധിക്കണം എന്ന അർത്ഥത്തിലുള്ള വളരെ ക്രൂരമായിട്ടുള്ളൊരു ചിന്തയായിരുന്നു തങ്ങളുടേതായിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് ഈ ഭക്ഷ്യവിതരണ പദ്ധതി കൊണ്ടുവരാൻ ഇസ്രായേലിനെയും അതോടൊപ്പം തന്നെ അമേരിക്കയെയും പ്രേരിപ്പിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മെയ് മാസം മുതലാണ് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇത്തരമൊരു സംവിധാനത്തിന് രൂപം നൽകിയത്. പക്ഷെ വളരെ പരിമിതമായ തോതിൽ മാത്രം റഫ ഉൾപ്പെടെയുള്ള ചില കേന്ദ്രങ്ങളിൽ മാത്രമായിട്ട് വളരെ കുറഞ്ഞ വിതരണ കേന്ദ്രങ്ങൾ മാത്രം സ്ഥാപിക്കുകയും ആ വിതരണ കേന്ദ്രങ്ങളിലേക്ക് പട്ടിണി മൂലം വലഞ്ഞ മനുഷ്യർ എത്തിച്ചേരുമ്പോൾ അവരെ വെടിയുതിർത്ത് അവരെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു രൂപപ്പെട്ടത്. അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു മരണക്കെണി ഒരുക്കുകയായിരുന്നു ഈ ഭക്ഷണ വിതരണത്തിലൂടെ അമേരിക്കയും ഇസ്രായേലും ചെയ്തത്. ഏതാണ്ട് 800-ലധികം പേരാണ് അതിലൂടെ കൊല്ലപ്പെട്ടത്. അതിൽ സ്ത്രീകളും കുട്ടികളും തന്നെയായിരുന്നു കൂടുതൽ. അതോടൊപ്പം തന്നെ 1000-ലധികം പേർക്ക് പരിക്കേറ്റ ഒരു സാഹചര്യവും ഈ ഭക്ഷ്യവിതരണ കേന്ദ്രത്തിലൂടെ ഉണ്ടായിരുന്നു. അത് ലോകത്തിന്റെ വ്യാപകമായിട്ടുള്ള വിമർശനത്തിന് ഇടയാക്കിയിട്ട് പോലും അത്തരമൊരു നടപടിയിൽ നിന്ന് പിൻവാങ്ങാൻ പോലും അമേരിക്കൻ നേതൃത്വവും ഇസ്രായേലും തയ്യാറായില്ല. എന്തായാലും ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടുകൂടി UN-ന് പരിമിതമായ തോതിലാണെങ്കിലും ഈ ഭക്ഷ്യ വിതരണം നടത്താൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്ക് കൂടുതൽ സംവിധാനങ്ങളും ഭക്ഷ്യവസ്തുക്കളും എത്തിക്കാനുള്ള ഒരു തടസ്സം മാത്രമാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് UN-ന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പരിമിതമായ തോതിലാണെങ്കിലും ഈ ഭക്ഷ്യവിതരണം നടക്കുന്ന ഒരു സാഹചര്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും ആവിഷ്കരിച്ച ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ പ്രവർത്തനം ഔദ്യോഗികമായി തന്നെ നിർത്തിവെക്കുന്നതായിട്ടുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ശരിയായ അർത്ഥത്തിലുള്ള ഈ വംശഹത്യക്ക് ആക്കം കൂട്ടുന്ന അമേരിക്ക കൂടി ഒത്തുചേർന്നുള്ള ഒരു പദ്ധതിയായിരുന്നു ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് തന്നെയാണ് ഹമാസും അതോടൊപ്പം തന്നെ പലസ്തീൻ സംഘടനകളും വിലയിരുത്തുന്നതും. ധന്യ. ഒപ്പം തന്നെ ഹമാസ് കെയ്റോയിലേക്ക് പുറപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അടുത്ത ഘട്ടം എന്നുള്ള രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ടോ? എന്താണ് ലോകരാജ്യങ്ങളിൽ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് അറബ് കൺട്രീസ് അഭിപ്രായപ്പെടുന്നത്? എന്തൊക്കെ നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട്? ഏത് തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്? പിന്നെ ചർച്ചകൾ പല തലങ്ങളിലായിട്ട് തുടരുന്നുണ്ട്. കെയ്റോ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രധാനമായിട്ടും ചർച്ച നടക്കുന്നത്. ഈജിപ്തിൻ്റെയും അതോടൊപ്പം തന്നെ ഖത്തറിൻ്റെയും തുർക്കിയുടെയും ഈ 3 രാജ്യങ്ങളാണ് ഈ ചർച്ചകളിൽ വളരെ കൃത്യമായി തന്നെ സജീവമായിട്ട് പങ്കുവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയുമായിട്ടുള്ള ആശയവിനിമയം ഈ 3 മധ്യസ്ഥ രാജ്യങ്ങളും തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമെന്നത് ഗസയുടെ ഈ വെടിനിർത്തൽ കരാറിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുക എന്നതാണ്. പക്ഷേ ഈ 1ാം ഘട്ടത്തിൽ പോലും ഇത്രയും ക്രൂരമായിട്ടുള്ള വെടിനിർത്തൽ ലംഘനങ്ങൾ തുടരുന്ന ഒരു സാഹചര്യത്തിൽ എത്ര കണ്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് മുമ്പാകെ ഹമാസ് ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പോലും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് നൽകാൻ സാധിക്കുന്നില്ല. കാരണം വെടിനിർത്തൽ ആദ്യഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള വ്യവസ്ഥകളിൽ പലതും പാലിക്കാനോ നടപ്പാക്കാനോ ഇസ്രായേൽ നേതൃത്വം തയ്യാറാകാത്ത സാഹചര്യത്തിൽ തുടർ ഘട്ടങ്ങളിലേക്ക് നീങ്ങാൻ ഹമാസും അതോടൊപ്പം തന്നെ ഇസ്ലാമിക് ജിഹാദ് ഉൾപ്പെടെയുള്ള പോരാളി സംഘടനകളും വിസമ്മതിക്കുന്നുണ്ട്. അക്കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചർച്ചയിൽ വരുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ UN-ന്റെ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സേനയുടെ വിന്യാസവുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ തുടരുന്നുണ്ട്. കാരണം പല രാജ്യങ്ങളിലും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിനെ ഏകോപിപ്പിക്കാനോ ഏതർത്ഥത്തിൽ ഏത് സ്വഭാവത്തിലായിരിക്കും എത്ര സൈനികരെ ആയിരിക്കും ഗസയിലേക്ക് വിന്യസിക്കുക, ആ സൈന്യത്തിന്റെ ദൗത്യം എന്തായിരിക്കും, ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയും ഈ 20 പദ്ധതിയുടെ ഭാഗമാണ് എങ്കിൽ പോലും അതിലേക്ക് കടക്കാവുന്ന ഒരു അനുകൂല സാഹചര്യം രൂപപ്പെട്ടിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗസയിൽ ഒരു യുദ്ധാനന്തര സർക്കാർ സംവിധാനം വരണമെന്നതാണ്. കാരണം ഹമാസ് ഭരണം കൈവിടാൻ ഒരുക്കമാണ്, അവർ അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ബദൽ വരുന്ന ഈ സർക്കാർ പലസ്തീനികളുടേത് മാത്രമായിരിക്കണമെന്ന ഒരു നിബന്ധന അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോൾ പോലും സ്വീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ ഇസ്രായേൽ സേനയെ പൂർണ്ണമായിട്ടും അവിടെ നിന്നും മാറ്റിക്കൊണ്ട് ഈ അന്താരാഷ്ട്ര സേനയുടെ വിന്യാസം വരികയാണെങ്കിൽ അറബ് രാജ്യങ്ങളുടെ ആ ഒരു പങ്കാളിത്തത്തോടു കൂടിയുള്ള സേനയുടെ വിന്യാസത്തെ ഒരുപക്ഷെ ഹമാസ് അംഗീകരിച്ചേക്കും. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും തുടരുകയാണ്. ഏതെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു തീർപ്പിലേക്ക് അക്കാര്യവും എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ റഫ അതിർത്തി തുറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇപ്പോൾ കെയ്റോയിൽ നടക്കുന്ന ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ്. ഇനി അമേരിക്കയാണ് ഇക്കാര്യത്തിൽ, കാരണം ഹമാസിന്റെ നിരായുധീകരണം അതോടൊപ്പം തന്നെ ഗസയുടെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഘട്ടങ്ങളാണ് ഇനി അടുത്ത ഘട്ടങ്ങളിൽ നടക്കേണ്ടത്. പക്ഷേ അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് ലഭിച്ച
അനുവദിച്ചെങ്കിൽ മാത്രമേ ഇത്തരം നീക്കങ്ങളുമായി സഹകരിക്കാൻ, അതോടൊപ്പം തന്നെ പുറത്തു നിന്നുള്ള അധിനിവേശത്തിന്റെ പുതിയ അവതാരങ്ങളെ ഉൾക്കൊള്ളാൻ തങ്ങൾക്ക് തയ്യാറല്ല എന്നുകൂടി ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അത്തരമൊരു അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യത്തിലാണ് മധ്യസ്ഥ രാജ്യങ്ങൾ ഈ പ്രതിസന്ധി തീർക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ തുടരുന്നത്. പക്ഷേ എത്ര കണ്ട് അവർക്കതിൽ വിജയിക്കാൻ സാധിക്കുമെന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിലും ബാക്കി നിൽക്കുന്നത്. മറ്റൊന്ന്, ഇസ്രയേലിൽ നെതന്യാഹു വലിയ പ്രതിരോധത്തിലാണ്. ഒന്നാമത് നമുക്കറിയാം, അവിടെ തീവ്ര വലതുപക്ഷ നേതാക്കളൊക്കെ എടുത്തിരിക്കുന്ന നിലപാട് യുദ്ധം അവസാനിപ്പിച്ചതിലെ അതിലെ അതൃപ്തി, സർക്കാർ താഴെ വീഴുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുമോ എന്നുള്ളൊരു ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, അഴിമതി കേസിൽ ഇസ്രായേലിൽ നെതന്യാഹുവിന്റെ വിചാരണ തുടരുന്നു എന്നുള്ളതാണ്. ഏത് തരത്തിലൊക്കെയുള്ള തിരിച്ചടികളാണ് നെതന്യാഹു അവിടെ നേരിടുന്നത്? ഇതിൽ വളരെ വൈരുദ്ധ്യപൂർണ്ണമായിട്ടുള്ളൊരു സമീപനവും പിന്നെ ഒരു ചിന്താഗതിയും തന്നെയാണ് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം ഇന്നും അദ്ദേഹം പറയുന്നത് ഹമാസ് ബന്ദികളെ വിട്ടയക്കാൻ അല്ലെങ്കിൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറാൻ വിസമ്മതിക്കുന്നതാണ് ഈ തുടർച്ചയായിട്ടുള്ള വെടിനിർത്തൽ ലംഘനത്തിന് തങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ യെല്ലോ ലൈൻ മറികടന്നുകൊണ്ട് തങ്ങളുടെ സേനയ്ക്കെതിരെ ഹമാസ് പോരാളികൾ നടത്തുന്ന ആക്രമണവും വളരെ ശക്തമായിട്ടുള്ള ചില നിലപാടെടുക്കാൻ തങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇതിന് വസ്തുതാപരമായിട്ട് ഒരു സാക്ഷ്യങ്ങൾ നൽകാനോ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു തെളിവുകൾ മുന്നോട്ട് വെക്കാനോ നെതന്യാഹു ഭരണകൂടം തയ്യാറാകുന്നില്ല. അത്തരമൊരു ഘട്ടത്തിൽ പിന്നെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കുമെന്ന് സംബന്ധിച്ച് നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ സർക്കാരിനും കൃത്യമായിട്ടുള്ള ഉത്തരമില്ല. അതേ സാഹചര്യത്തിൽ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇടപെട്ടിട്ട് പോലും അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിചാരണ നിർത്തിവെക്കേണ്ടതില്ല, ആ വിചാരണ മുന്നോട്ട് പോകട്ടെ എന്നൊരു തീർപ്പിലേക്കാണ് ഇസ്രായേൽ നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം ഇസ്രായേൽ പ്രസിഡന്റിന് നിരന്തരമായിട്ട് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം രൂപപ്പെടുത്തിയിരുന്നു. എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിന് മാപ്പ് നൽകണം, നെതന്യാഹുവിനെതിരെയുള്ള എല്ലാ വിചാരണ നടപടികളും നിർത്തിവെക്കണമെന്ന്. പക്ഷെ അത് ഇസ്രായേലിൻ്റെതായിട്ടുള്ള ഒരു സ്വതന്ത്ര ജുഡീഷ്യറി സംവിധാനത്തിന് മുകളിലുള്ള ഒരു കടന്നുകയറ്റമാണ്. അത് അംഗീകരിക്കാനാവില്ല എന്ന ഒരു തീർപ്പിലേക്കാണ് ഇസ്രായേൽ ജുഡീഷ്യറിയും എത്തിച്ചേർന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും വിചാരണക്ക് നെതന്യാഹുവിനെ വിളിച്ചിരുന്നു. പക്ഷെ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അദ്ദേഹം അവിടെ ചെലവിട്ടത്. തനിക്ക് വെളിപ്പെടുത്താൻ പറ്റാത്ത ചില നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ, ചില ചർച്ചകൾ നടത്താനുണ്ട്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പിന്നെ ഒഴിവാക്കി കൊടുക്കണം എന്നായിരുന്നു കോടതിക്ക് മുമ്പാകെ നെതന്യാഹു ആവശ്യപ്പെട്ടത്. എന്തായാലും ഈ തീവ്ര വലതുപക്ഷ ശക്തികളെ കൈവിടാനോ അല്ലെങ്കിൽ അവർ നടത്തുന്ന പ്രകോപനപരമായ നടപടികളെ പിന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ തള്ളിപ്പറയാനോ നെതന്യാഹു തയ്യാറാകുന്നില്ല. അതേസമയം അമേരിക്കയുമായിട്ടുള്ള നിരന്തര ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്ത് വില കൊടുത്തും ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കണം എന്ന ഒരു സന്ദേശമാണ് അമേരിക്കൻ ഭരണകൂടം ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. പക്ഷെ അത് എത്ര കണ്ട് പാലിക്കാൻ നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ സർക്കാരിനും സാധിക്കും എന്ന ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. ധന്യ. ശരി, നന്ദി. സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായുള്ള സുപ്രധാന ചർച്ചകൾക്ക് പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദ് വേദിയായി. സൈനിക സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. നേരത്തെ സൗദിയും പാകിസ്ഥാനും തമ്മിൽ സൈനിക സഹകരണവുമായി ബന്ധപ്പെട്ട് ആണവ കരാറിൽ ഒപ്പുവെച്ചതും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. വിവരങ്ങളുമായി വിശാൽ ചെർപ്പുളശ്ശേരി ചേരുന്നുണ്ട്. വിശാൽ, ഏറെ സുപ്രധാനമായ ചർച്ചയാണ് നടന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളിൽ തീരുമാനമായിരിക്കുന്നു? വിശദാംശം. സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച നടന്നത്. സൗദി ജനറൽ സ്റ്റാഫ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഫയ്യദ് അൽ റുവൈലിയാണ് സൗദിയെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തത്. പാക് പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉന്നത സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങളുമായായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. പാക് പ്രധാനമന്ത്രി മുഹമ്മദ് ഷഹബാസ് ഷെരീഫുമായി അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പ്രധാനമായും ചർച്ചയായത്. സൈനിക സഹകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ചയുടെ ഭാഗമായി. ദീർഘകാല സൈനിക സഹകരണം, അതുപോലെ തന്നെ നിലവിലുള്ള ബന്ധം ദൃഢമാക്കുക, അതുപോലെ തന്നെ പരസ്പരം ഇരു രാജ്യങ്ങൾക്കും താല്പര്യമുള്ള മറ്റു വിഷയങ്ങൾ എന്നിവയാണ് പ്രധാനമായിട്ടും ചർച്ചയായത്. നേരത്തെ സൗദിയും പാകിസ്ഥാനും തമ്മിൽ സൈനിക സഹകരണവുമായി ബന്ധപ്പെട്ട ആണവ കരാറിൽ ഒപ്പിട്ടത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഖത്തറിലേക്ക് നടന്ന ഇസ്രായേൽ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു കരാർ. ഇരു രാജ്യങ്ങളിലേക്ക് ആര് ആക്രമിച്ചാലും പ്രതിരോധിക്കാൻ ഉണ്ടാകുമെന്ന ആയിരുന്നു അന്നത്തെ കരാറിലെ പ്രധാന വ്യവസ്ഥ. ഇത് ബന്ധപ്പെട്ട ആശങ്ക ഇന്ത്യ സൗദിയെ നേരത്തെ അറിയിച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിലെ പിരിമുറുക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരം കരാറുകളും കൂടിക്കാഴ്ചകളും പ്രത്യേകം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്.
ദുബൈയിൽ പുതിയ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് നിയമം പ്രഖ്യാപിച്ചു. വിലപിടിച്ച വസ്തുക്കൾ കണ്ടുകിട്ടിയാൽ അത് പോലീസിൽ ഏൽപ്പിക്കുന്നവർക്ക് 50,000 ദിർഹം വരെ സമ്മാനം ലഭിക്കും. എന്നാൽ വസ്തുക്കൾ 48 മണിക്കൂറിനകം പോലീസിൽ ഏൽപ്പിച്ചിരിക്കണം. സാധനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് 3 വർഷം വരെ അത് തിരികെ ആവശ്യപ്പെടാനുള്ള അവകാശം കൂടി നൽകുന്നതാണ് പുതിയ നിയമം. ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, വളരെ പ്രധാനപ്പെട്ടൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് പുതിയ നിയമത്തിലൂടെ എന്നുള്ളതാണ്. കാരണം നഷ്ടപ്പെട്ട ആളുകൾക്ക് പിന്നീട് അത് അന്വേഷിച്ച് കണ്ടെത്തി കൊടുത്താൽ ഒരു പ്രതിഫലം നൽകുക എന്നുള്ളത് കൂടുതൽ കേസുകൾ തീർപ്പാക്കാൻ സാധ്യമാകും എന്നുള്ളത് കൂടിയാണ്. എന്താണ് ആ നിയമത്തിന്റെ കൂടുതൽ വിവരങ്ങൾ? ധന്യ, സാധാരണ നിലയിലൊരു സാധനം നഷ്ടപ്പെട്ടാൽ തിരികെ കിട്ടാൻ സാധ്യത ഏറെയുള്ളൊരു നഗരമാണ് ദുബായ്. അത് കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടിയും ഈ കളഞ്ഞു കിട്ടുന്ന സാധനങ്ങൾ പോലീസിൽ ഏൽപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ കൂടിയാണ് ഇപ്പോൾ ഒരു നിയമം ദുബായ് ഭരണാധികാരി തന്നെ പുറത്തിറക്കിയിട്ടുള്ളത്. അതായത് ഇതിന് സമ്മാനം ലഭിക്കുന്നത് ഇപ്പോൾ വിലയുള്ള വസ്തുവാണ്, വളരെ വിലയേറിയ വസ്തുവാണെങ്കിൽ ആ വസ്തുവിൻ്റെ വിലയുടെ 10% ഇത് തിരികെ ഏൽപ്പിക്കുന്ന ആൾക്ക് നൽകുന്നതാണ് ഈ നിയമം. അത് പരമാവധി 50,000 ദിർഹം വരെ ആകാം എന്നുള്ളതാണ്. അത് ഇതിനുള്ള പ്രോത്സാഹനമാണെങ്കിൽ ഇത്തരത്തിൽ സാധനങ്ങൾ തിരികെ ഏൽപ്പിക്കുക എന്നുള്ളത് നിയമപരമായ ഒരു ബാധ്യത കൂടി ഇത് ആക്കുന്നുണ്ട്. അതായത് ഇത്തരം ഒരു സാധനം ലഭിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ ദുബായ് പോലീസിന്റെ ഇലക്ട്രോണിക് സംവിധാനത്തിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. 48 മണിക്കൂറിനുള്ളിൽ ഈ സാധനം പോലീസിനെ കണ്ടുകിട്ടുന്നവർ ഏൽപ്പിക്കുകയും വേണം. പോലീസ് ഇതിനൊരു പ്രത്യേക സംവിധാനം ഒരുക്കാൻ പോവുകയാണ്. ഇത്തരത്തിൽ കിട്ടുന്ന സാധനങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്യും. ഇത്തരം ഒരു സാധനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പരസ്യപ്പെടുത്തുകയും ചെയ്യും. അത് ഇതിൻ്റെ ഉടമ പിന്നീട് ഇത് ക്ലെയിമുമായി വരികയാണെങ്കിൽ ആ ചെലവ് നൽകേണ്ടത് ഇതിൻ്റെ ഉടമയാണ്. ഈ അലഞ്ഞു തിരിയുന്ന മൃഗങ്ങൾ ഒഴികെയുള്ള എല്ലാ വസ്തുക്കൾക്കും ഈ നിയമം ബാധകമായിരിക്കും എന്നുള്ളതാണ്. ഇനി ഇത് നഷ്ടപ്പെട്ടവർക്ക് 3 വർഷം വരെ ഇത് തിരികെ ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. ഈ 3 വർഷത്തിന് ശേഷം അവർക്ക് അവകാശമുണ്ടാവില്ല. കാരണം അത് ഏതെങ്കിലും തരത്തിൽ ലേലം ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഈ 3 വർഷത്തിനിടയിൽ അത് തിരിച്ചു കിട്ടാനുള്ള അവകാശം ഈ നഷ്ടപ്പെട്ട ആളെ ഏൽപ്പിക്കുന്നത് കൂടിയാണ് ഈ നിയമം. ഇനി ഇത് തിരിച്ചേൽപ്പിച്ച ആൾ, ഇത് വിലപിടിപ്പുള്ള വസ്തുവാണ്, എനിക്ക് 1 വർഷം അത് ഉപയോഗിക്കാൻ കഴിയുമോ എന്നൊരു റിക്വസ്റ്റ് വേണമെങ്കിൽ പോലീസിന് മുന്നിൽ വെക്കാം. 1 വർഷത്തിന് ശേഷം ഇത് തിരികെ ഏൽപ്പിച്ചതിന് 1 വർഷത്തിന് ശേഷം വേണമെങ്കിൽ എനിക്കത് ഉപയോഗിക്കാൻ തരുമോ എന്നുള്ള നിലയ്ക്ക് ഒരു റിക്വസ്റ്റ് വേണമെങ്കിൽ പോലീസിന് മുന്നിൽ വെക്കാം. സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് അതിന് അനുമതി നൽകാം. എന്നാൽ ഈ 3 വർഷത്തിനുള്ളിൽ ഇതിൻ്റെ ഉടമ തിരിച്ചു വരികയും ഈ സാധനം തിരിച്ച് ആവശ്യപ്പെടുകയും ചെയ്താൽ അത് തിരികെ നൽകണമെന്നാണ് ഈ നിയമം അനുശാസിക്കുന്നത്. ഈ നിയമത്തിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടുകിട്ടിയ സാധനം ഒരു നിയമബാധ്യതയുമില്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ 500 ദിർഹം മുതൽ 2 ലക്ഷം ദിർഹം വരെ പിഴ നൽകേണ്ട അവസ്ഥയും ഈ നിയമം മുന്നോട്ട് വെക്കുന്നുണ്ട്. ധന്യ. യെസ്, ഇത് പൊതുവെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടോ? കാര്യം നഷ്ടപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ സാധ്യത കാണുന്ന വസ്തുക്കൾ, അത് പ്രത്യേകിച്ച് ഈ വളർത്തുമൃഗങ്ങൾ പോലെയുള്ള കാര്യങ്ങളല്ല, അതിനപ്പുറത്തേക്ക് വസ്തുക്കളാണെങ്കിൽ അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ആളുകൾ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്, അവരുടെ ആശ്വാസം പങ്കുവയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? ഒപ്പം ഇത് ഏത് രീതിയിൽ നടപ്പിലാക്കും എന്നുള്ളത് കൂടിയാണ്. ഇതിനെ ഒരു പ്രത്യേക സംവിധാനം ദുബായ് പോലീസിൽ ഏർപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ ആദ്യഘട്ടം. അതായത് ഇത്തരത്തിൽ കളഞ്ഞു കിട്ടുന്നതോ ഉപേക്ഷിച്ചതോ ആയിട്ടുള്ള സാധനങ്ങൾ രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു സംവിധാനം ദുബായ് പോലീസിൻ്റെ കീഴിൽ ആരംഭിക്കുക എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ആദ്യഘട്ടം. ഇത് ഗസറ്റിൽ വരുന്നതോടുകൂടി ഈ നിയമം പ്രാബല്യത്തിൽ വരികയാണ്. അതിനുശേഷമാണ് ഇത് എല്ലാവരുടെയും നിയമപരമായ ബാധ്യതയാവുക. അതായത് ഒരു സാധനം കളഞ്ഞു കിട്ടിയാൽ 24 മണിക്കൂറിനുള്ളിൽ അത് പോലീസിൽ രജിസ്റ്റർ ചെയ്യുകയും 48 മണിക്കൂറിനകം അത് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം എല്ലാ ദുബായ് നിവാസികളുടെയും ബാധ്യതയായി മാറുന്നത് ഈ നിയമം നിലവിൽ വരുന്നതോടുകൂടിയാണ്. ഇത്തരം സംവിധാനങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ ടാക്സിയിലും അതേപോലെ തന്നെ ദുബായ് എയർപോർട്ടിലുമുണ്ട്. ഇതൊക്കെ പലപ്പോഴും നമ്മളുടെ തന്നെ വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. കാരണം കളഞ്ഞുപോയ മൊബൈൽ ഫോൺ ഒരു കേടുകൂടാതെ നാട്ടിലേക്ക് എത്തിച്ചു കൊടുത്ത വാർത്തകളൊക്കെ പലപ്പോഴായി ദുബായിൽ നിന്നുണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ വലിയ തുക ദുബായ്
ടാക്സികളിൽ മറന്നു വെച്ചവർക്ക് അത് ടാക്സി ഡ്രൈവർ തന്നെ എത്തിച്ചു കൊടുക്കുന്നതൊക്കെയായിട്ടുള്ള വാർത്തകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ദുബൈയുടെ ആ ഒരു സുരക്ഷിതത്വം കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ദുബൈ ഭരണാധികാരി പുതിയ ഒരു ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ലോ എന്നുള്ളത് അവതരിപ്പിച്ചിട്ടുള്ളത്. ധന്യാണ്. കുവൈത്തിൽ ആരാധനാലയങ്ങൾ ലക്ഷ്യമിട്ട് ഭീകരാക്രമണം നടത്താൻ ശ്രമിച്ച പൗരൻ പിടിയിൽ. നിരോധിത സംഘടനയുമായി ബന്ധമുള്ള പ്രതിയെ അന്വേഷണങ്ങൾക്കും നിരീക്ഷണത്തിനും ശേഷമാണ് പിടികൂടിയതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഒരു ഭീകര സംഘടനയുടെ നിർദ്ദേശപ്രകാരം സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനും രാജ്യത്തെ ആരാധനാലയങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താനും ഇയാൾ പദ്ധതിയിട്ടിരുന്നതായി അധികൃതർ കണ്ടെത്തി. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളിലും നുഴഞ്ഞുകയറി യുവജനങ്ങളെ തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷിക്കാനും ഭീകര സംഘടനകൾക്ക് പിന്തുണ തേടാനും ഇയാൾ ശ്രമിച്ചതായും അന്വേഷണത്തിൽ വ്യക്തമായി. കുവൈത്തിലെ ഉപയോഗിച്ച കാറുകളുടെയും മോട്ടോർ സൈക്കിളുകളുടെയും ഇറക്കുമതിക്കായി പുതിയ നിയന്ത്രണങ്ങൾ അംഗീകരിച്ചതായി കൊമേഴ്സ് മന്ത്രി ഖലീഫ അൽ-അജിൽ അറിയിച്ചു. ഒഫീഷ്യൽ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച നിയമങ്ങൾ 6 മാസത്തിന് ശേഷം പ്രാബല്യത്തിൽ വരും. നിലവിലുള്ള സാങ്കേതിക നിയന്ത്രണങ്ങൾ റദ്ദാക്കി ഗൾഫ് രാജ്യങ്ങളുടെ സാങ്കേതിക സ്റ്റാൻഡേർഡുകൾ നിർബന്ധമായി നടപ്പാക്കാനാണ് പുതിയ തീരുമാനം. പുതിയ നിയന്ത്രണങ്ങളോടെ വ്യാജമോ നിലവാരമില്ലാത്തതോ ആയ ഉൽപ്പന്നങ്ങൾ തടയാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷ. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറിയിപ്പുമായി ഒമാൻ പരിസ്ഥിതി അതോറിറ്റി. ഒമാൻ നിവാസികൾക്ക് സ്ഫോടനം ബുദ്ധിമുട്ടുണ്ടാക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് 35,000 അടി ഉയരത്തിൽ ശൂന്യമായ ഇടങ്ങളിലും അറബിക്കടലിന്റെ ചില ഭാഗങ്ങളിലുമാണ് സ്ഫോടനം നടന്ന അഗ്നിപർവ്വതത്തിന്റെ ചാരം കണ്ടെത്തിയത്. പരിസ്ഥിതി അതോറിറ്റിയുടെ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് ഡാറ്റ പ്രകാരം രാജ്യത്ത് വായു മലിനീകരണത്തിന്റെ അളവിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് സ്ഥിരീകരണം. പൊതുജനാരോഗ്യത്തിനോ പരിസ്ഥിതിക്കോ നിലവിൽ അപകടങ്ങളോ ആഘാതങ്ങളോ ഇല്ലെന്നും അധികൃതർ ഉറപ്പു നൽകി. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനം സൗദി അറേബ്യയ്ക്ക് നേരിട്ട് ഭീഷണിയാകില്ലെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി. സ്ഫോടനത്തിൽ നിന്നുള്ള ചാരം സൗദി അറേബ്യയുടെ അന്തരീക്ഷത്തിലേക്ക് എത്താൻ സാധ്യതയില്ല. മേഘങ്ങളുടെ സഞ്ചാരവും മറ്റ് കാലാവസ്ഥാ പ്രതിഭാസങ്ങളും പൂർണ്ണമായി നിരീക്ഷിച്ചു വരികയാണെന്നും കാലാവസ്ഥാ കേന്ദ്രം വക്താവ് ഹുസൈൻ അൽ ഗൗതാനി വ്യക്തമാക്കി. കാലാവസ്ഥാ മാറ്റങ്ങളും സാഹചര്യങ്ങളുടെ വിവരങ്ങളും തുടർച്ചയായി നിരീക്ഷിച്ച് അപ്പോൾ പുറത്തുവിടുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഒമാനിൽ ദേശീയദിന അവധിക്കാലത്തെ കാലാവസ്ഥാ പ്രവചനം പുറത്തിറക്കി സിവിൽ ഏവിയേഷൻ അതോറിറ്റി. മിക്ക ഗവർണറേറ്റുകളിലും പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും. മുസന്തം, വടക്കൻ ബാത്തിന ഗവർണറേറ്റുകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. നവംബർ 26 മുതൽ 29 വരെ കാലാവസ്ഥാ പ്രവചനം പുറത്തിറക്കി. നവംബർ 26 മുതൽ 29 വരെയുള്ള വരാനിരിക്കുന്ന ദേശീയ ദിന അവധിക്കാല സമയത്തെ കാലാവസ്ഥാ പ്രവചനമാണ് CAA പുറത്തിറക്കിയത്. CAAയുടെ പ്രവചനമനുസരിച്ച് ഒമാൻ സുൽത്താനിലെ മിക്ക ഗവർണറുകളിലും പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും. എന്നാൽ മുസന്തം, വടക്കൻ ബാത്തിന ഗവർണറുകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പറയുന്നുണ്ട്. പകൽ സമയത്ത് താപനില കുറവായിരിക്കുമെന്നുമാണ് പ്രവചനം. മിക്ക ഗവർണറുകളിലും പരമാവധി താപനില 25 മുതൽ 29 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും. പർവ്വത പ്രദേശങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടും. ഇവിടുത്തെ താപനില 10 മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അവധിക്കാല യാത്ര പ്ലാൻ ചെയ്യുന്ന താമസക്കാരും വിനോദസഞ്ചാരികളും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്ന് നാഷണൽ ഏർലി വാർണിംഗ് സെന്റർ ഫോർ മൾട്ടി ഹസാർഡ്സ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും മലകയറ്റം പോലെയുള്ള സാഹസിക വിനോദസഞ്ചാര പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ. മീഡിയ 1, മസ്കത്ത്. സൗദിയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു. തബൂക്കിലും മക്കയിലും മദീനയിലും ചില ഭാഗങ്ങളിലും മഴയെത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി. തബൂക്കിലെ അൽവജിഹിലാണ് ഇന്ന് ആദ്യം മഴയെത്തിയത്. മഴ കനത്തതോടെ റോഡുകൾ വെള്ളത്തിലായി. ഗതാഗത തടസ്സവും നേരിട്ടു. ഉച്ചയ്ക്ക് ശേഷം മദീന യാംബു ഹൈവേയിലും കനത്ത മഴയെത്തി. മക്ക പ്രവിശ്യയിലെ റാബിക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇടിയോടുകൂടിയ മഴ ലഭിച്ചു. സൗദിയുടെ പടിഞ്ഞാറൻ മേഖലയിലാണ് കൂടുതൽ മഴ. അൽജൌഫിലെ ഖുറയാത്ത്, അസീറിലെ അബഹ, കമീസ് മുഷൈത്ത് എന്നിവിടങ്ങളിലും മഴയെത്തി. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും യാത്ര ചെയ്യുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസിന്റെ മുന്നറിയിപ്പുണ്ട്. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. അവധിക്കാല യാത്രയ്ക്കൊരുങ്ങുന്ന സ്വദേശികളും വിദേശികളും യാത്രാരേഖകളുടെ കാലാവധി ഉറപ്പുവരുത്തണമെന്ന് ഒമാൻ പോലീസിന്റെ മുന്നറിയിപ്പ്. യാത്രയ്ക്ക് മുൻപ് രേഖകൾ പരിശോധിക്കുകയും കാലാവധി കഴിഞ്ഞവയാണെങ്കിൽ പുതുക്കുകയും വേണം. രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നവർ ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകളെല്ലാം കൈവശം വയ്ക്കുന്നത് യാത്ര കൂടുതൽ സുഗമമാക്കാൻ സഹായിക്കുമെന്നും ആർഒപി അറിയിച്ചു.
ബുധനാഴ്ച അവധി ദിനങ്ങൾ ആരംഭിക്കാനിരിക്കെ യാത്രകളുടെ മുന്നൊരുക്കത്തിലാണ് ഒമാനിലെ സ്വദേശികളും വിദേശികളും. ഈ ഘട്ടത്തിലാണ് പോലീസ് സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയത്. അവധിക്കാല യാത്രക്കൊരുങ്ങുന്ന സ്വദേശികളും വിദേശികളും യാത്രാരേഖകളുടെ കാലാവധി ഉറപ്പുവരുത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് റോയൽ ഒമാൻ പോലീസ്. ഒമാനിൽ നിന്ന് പുറത്തേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർ തങ്ങളുടെ തിരിച്ചറിയൽ രേഖകളുടെ സാധ്യത ഉറപ്പുവരുത്തണമെന്നും ഔദ്യോഗിക അവധി ദിവസങ്ങൾക്കോ യാത്രകൾക്കോ മുമ്പായി അവ പുതുക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് അഭ്യർത്ഥിച്ചു. ഓരോ വർഷവും ഇമിഗ്രേഷൻ അധികാരികൾ ധാരാളം യാത്രക്കാരെ ലക്ഷ്യസ്ഥാനങ്ങളിലോ ട്രാൻസ്ഫർ പോയിന്റുകളിലോ തിരിച്ചയക്കാറുണ്ട്. യാത്രക്കാർ പാസ്പോർട്ട്, ദേശീയ ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകൾ കൈവശം വെക്കണം. 6 മാസത്തേക്ക് സാധുവായ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. വിമാനത്താവളത്തിലോ ലക്ഷ്യസ്ഥാനത്തെ രാജ്യത്തെ ഇമിഗ്രേഷനിലോ ഉണ്ടാകുന്ന ദൗർഭാഗ്യകരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇത് ആവശ്യവുമാണ്. യാത്രാവിവരങ്ങളുടെയും റിസർവേഷനുകളുടെയും പകർപ്പുകൾ കൈവശം വെക്കുന്നത് യാത്ര കൂടുതൽ സുഗമമാക്കുമെന്നും ROP പറയുന്നുണ്ട്. മീഡിയ 1, മസ്കത്ത്. കുവൈത്തിലെ ജനസംഖ്യയിൽ വളർച്ച രേഖപ്പെടുത്തി. രാജ്യത്തെ മൊത്തം ജനസംഖ്യ 51,70,000 ഉയർന്നു. ഈ വർഷത്തെ ആദ്യ 9 മാസങ്ങളിൽ മാത്രം 1.81 ലക്ഷം പുതിയ താമസക്കാരാണ് കുവൈറ്റിലെത്തിയത്. 3.6% 2025 രേഖപ്പെടുത്തിയ ജനസംഖ്യാ വളർച്ച. 2021 ശേഷം ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ ഡാറ്റയെ അടിസ്ഥാനമാക്കി കുവൈറ്റ് സെൻട്രൽ ബാങ്കാണ് ത്രൈമാസ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ജ്യൂസ് കടകളുടെ പ്രവർത്തനത്തിന് പുതിയ മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയ സൗദി അറേബ്യ. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. സൗദി മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റേതാണ് നീക്കം. ജ്യൂസ് ഷോപ്പുകൾക്കും കിയോസ്കുകൾക്കുമാണ് പുതിയ മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയത്. ഭക്ഷ്യസുരക്ഷയും സേവന നിലവാരം ഉയർത്തുന്നതിന്റെയും ഭാഗമായാണ് തീരുമാനം. പുതുക്കിയ നിയമങ്ങൾ ഇപ്രകാരമാണ്. അംഗീകൃത വാണിജ്യ മേഖലകളിലോ തെരുവുകളിലോ നിലവിലുള്ള സെന്ററുകളിലോ മാത്രമേ ജ്യൂസ് കടകൾ പ്രവർത്തിക്കാൻ അനുവദിക്കൂ. പ്രവേശന കവാടത്തിൽ നിന്നോ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ നിന്നോ 6 മീറ്റർ അകലം പാലിക്കണം. ജ്യൂസ് തയ്യാറാക്കൽ, വിതരണം, സംഭരണം എന്നിവയ്ക്കായി പ്രത്യേക ഇടങ്ങൾ നിർബന്ധമാണ്. ഉൽപ്പന്നങ്ങളുടെയും ചേരുവകളുടെയും അലർജി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഘടകങ്ങളുടെയും വ്യക്തമായ പട്ടിക പ്രദർശിപ്പിക്കണം. ഉൽപ്പന്നം തയ്യാറാക്കിയ തീയതി ഉൽപ്പന്നത്തിൽ പ്രദർശിപ്പിക്കൽ നിർബന്ധമാണ്. സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി അംഗീകരിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ. സൗദി ബിസിനസ് സെന്ററിന്റെ ഏകീകൃത QR കോഡ്, വിലവിവര പട്ടിക, ഇലക്ട്രോണിക് പേയ്മെന്റ് സൗകര്യങ്ങൾ എന്നിവ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണമെന്നും പുതുക്കിയ നിയമത്തിലുണ്ട്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിൽ മധുരപാനീയങ്ങൾക്ക് അവയിലെ പഞ്ചസാരയുടെ അളവിനനുസരിച്ച് നികുതി ചുമത്തുന്ന രീതി നടപ്പിലാക്കുന്നു. പാനീയങ്ങളിലെ പഞ്ചസാരയുടെ തോത് അനുസരിച്ചുള്ള നികുതി നയം അടുത്ത വർഷം ജനുവരി 1 മുതൽ പ്രാബല്യത്തിലാകുമെന്ന് വ്യവസായ മന്ത്രി വെളിപ്പെടുത്തി. പൊതുജനാരോഗ്യ സംരക്ഷണവും പഞ്ചസാര ഉപയോഗവും കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടാണ് പുതിയ നയം നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. മധുരപാനീയങ്ങൾക്ക് അടുത്ത വർഷം ജനുവരി 1 മുതൽ പുതിയ നികുതി ഘടന നിലവിൽ വരുമെന്ന് വ്യവസായ ധാതുവിഭവ മന്ത്രി ബന്ദർ അൽ ഖുറൈഫ് വെളിപ്പെടുത്തി. വ്യവസായികൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിനുള്ള പരിഹാരമായിരിക്കും ഇതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ സമ്മിറ്റിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മധുരപാനീയങ്ങൾക്ക് സെലക്ടീവ് നികുതി എന്ന നിലവിലെ രീതിശാസ്ത്രം പരിഷ്കരിച്ചാണ് പുതിയ നയം നടപ്പിലാക്കുന്നത്. റെഡി ടു ഡ്രിങ്ക് പാനീയങ്ങളിൽ ഓരോ 100 മില്ലിയിലും അടങ്ങിയിരിക്കുന്ന മൊത്തം പഞ്ചസാരയുടെ അളവ് നിർണ്ണയിച്ചാണ് നികുതി മൂല്യം കണക്കാക്കുക. ഇതിനായി ഗ്രാജുവേറ്റഡ് ബ്രാക്കറ്റുകൾ നിർണ്ണയിച്ചു നൽകും. നികുതിക്ക് വിധേയമായ പാനീയത്തിന്റെ ചില്ലറ വിൽപ്പന വിലയുടെ 50% കണക്കാക്കിയാണ് നികുതി നിർണ്ണയിക്കുന്നത്. പഞ്ചസാര, കൃത്രിമ മധുര ഉൽപ്പന്നങ്ങൾ, മധുര പലഹാരങ്ങൾ ചേർത്തതും പാനീയമായി ഉപയോഗിക്കുന്നതിനായി ഉൽപ്പാദിപ്പിക്കുന്നതുമായ മറ്റു ഉൽപ്പന്നങ്ങൾ, റെഡി ടു ഡ്രിങ്ക് പാനീയങ്ങൾ, കോൺസെൻട്രേറ്റുകൾ, പൗഡറുകൾ, ജെല്ലുകൾ, എക്സ്ട്രാക്റ്റുകൾ, പാനീയമാക്കി മാറ്റാൻ കഴിയുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള ഖരപദാർത്ഥങ്ങൾ എന്നിവ പുതിയ നികുതി ഘടനയുടെ ഭാഗമാകും. നൌഷാദിരിക്കൂർ, മീഡിയ 1, ദമ്മാം. വാഹനപ്രേമികളുടെ മനം കവർന്ന് ഖത്തർ ഗ്രാൻഡ് ഓട്ടോ ഷോ. പ്രമുഖ ബ്രാൻഡുകളുടേതടക്കം 100 കണക്കിന് വാഹനങ്ങളാണ് ഷോയിൽ അണിനിരുന്നത്. ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് പ്രദർശനത്തിന് വേദിയായത്. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട്. അബ്ബാസ്, എങ്ങനെ നടന്നു ഷോ? 1960s ഡോഡ്ജ് ചാർജറിന്റെയും അതേപോലെ കാഡിലാക്കിന്റെ ഫ്ലീറ്റ്വുഡ് മോഡലിന്റെയും ഒക്കെ ഇടയിൽ കുടുങ്ങി ഖത്തറിലെ ഗ്രാൻഡ് ഓട്ടോ ഷോയിലാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളുടെയും ക്ലാസിക് കാറുകളും ഏറ്റവും ലേറ്റസ്റ്റ് കാറുകളും ഒക്കെ സമ്മേളിക്കുന്ന ഒരു സ്ഥലം. വണ്ടിപ്പിരാന്തന്മാരുടെ ഒരു സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ. സാധാരണ ഗൾഫിലെ റോഡുകളിൽ കാണുന്ന നിസാൻ പെട്രോൾ അല്ല,
ഇത് ഒരു 1.5 നിസാൻ പെട്രോളിൻ്റെ ഒരു ശേഖരമാണ്. സഫാരി ഉണ്ട്, സൂപ്പർ സഫാരി ഉണ്ട്. ഇതിൻ്റെ വെറൈറ്റി ഓഫ് കളക്ഷൻ, പല നിറത്തിൽ, പല ഭാവത്തിൽ, പല രൂപത്തിൽ. അങ്ങനെ 2 കുട്ടി കാർഭ്രാന്തന്മാരെ കിട്ടി. തുടർച്ചയായിട്ട് 2ാമത്തെ വർഷമാണ് പുള്ളിക്ക് 2 പേരും ഇവിടെ വരുന്നത് അല്ലേ? ഹൗ യു? I'm fine. The cars is good. There's lot of brands. Toyota Supra, Skyline, then Lamborghini SVJ, Murcielago, Ferrari. My favorite car Supra. വണ്ടിപ്രാന്താണ്. നമ്മുടെ സെക്കൻഡ് ടൈമാണ് ഇവിടെ. ഭയങ്കര പിള്ളേർക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ്. അവരാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ഇല്ല. വന്ന് നമ്മൾ വോക്സ് വാഗൻ്റെ ബീറ്റിലിനടുത്തെത്തി. 1930 പ്രൊഡക്ഷൻ ആരംഭിച്ച വണ്ടിയാണിത്. ഇതിൻ്റെ ഓണർ ഉണ്ടോ നമ്മുടെ കൂടെ? مالك السيارة تقريبا 5 سنوات حاصل عليها. ഖത്തർ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ ഉണ്ടാക്കിയ കാറാണിത്. ഈ കാറും അതുപോലെയുള്ള കാറിൻ്റെ ഷേപ്പൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇതും കാറാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതല്ല, ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാക്കിയ എനർജി എഫിഷ്യൻസി കാറിൻ്റെ 2 പ്രോട്ടോടൈപ്പ് മോഡലുകളാണ്. കാറുകൾക്കിടയിൽ ഇന്ത്യക്കാരനെന്ന നിലയിൽ അഭിമാനമുള്ളത് നമ്മുടെ റോയൽ എൻഫീൽഡും അതിഗംഭീരമായ ഗെറ്റപ്പിലും ലുക്കിലും ഒക്കെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു ഭയങ്കര ഗെറ്റപ്പുള്ള വണ്ടിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാ ഇയറും കാറിന്റെ ഷോസ് വരുമ്പോൾ ഇവിടെ വരാറുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാർസിനെ പറ്റിയിട്ട്. എൻ്റെ ഫേവറേറ്റ് കാർ നിസാൻ സ്കൈലൈൻ, GTR R34 Skyline. TR-R34 Skyline. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ഈ കാർ ഷോ കാണാനായി QNCCയിലെ ഹാളിലെത്തുന്നത്. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1. റിയാദ് മെട്രോയിൽ യാത്ര ചെയ്ത് വിദേശ വ്യാപാര ചുമതലയുള്ള ഫ്രഞ്ച് മന്ത്രി നിക്കോളാസ് ഹോറിസിയർ KFD സ്റ്റേഷനിൽ നിന്നാണ് മന്ത്രി യാത്ര തുടങ്ങിയത്. റിയാദ് സീസൺ പരിപാടികളുടെ ഭാഗമായുള്ള ഡ്രോൺ ഷോയിൽ പങ്കെടുക്കാൻ STC സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു മന്ത്രി. സ്റ്റേഷനിലെ സൗകര്യങ്ങളെക്കുറിച്ചും റിയാദ് മെട്രോ ശൃംഖലയുടെ പ്രവർത്തനത്തെക്കുറിച്ചും പ്രതിനിധി സംഘം മനസ്സിലാക്കി. കിങ് അബ്ദുൽ അസീസ് പബ്ലിക് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻസ് എഞ്ചിനീയർ ഹസൻ അൽ മൂസ സ്വീകരിച്ചു. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിൽ കുവൈറ്റ് ചാപ്റ്ററിന്റെ 7ാമത് വാർഷികവും പ്രവാസി എക്സലൻസ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. കുവൈറ്റ് സിറ്റിയിലെ കോസ്റ്റ ഡെൽസോൾ ഹോട്ടലിൽ നടന്ന ചടങ്ങ് കേരള വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബാബു ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത സിനിമാ സംവിധായകൻ ബ്ലസി, റിഹാബ് M. ബോറിസ്ലി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിലെ പ്രവർത്തന മികവിനുള്ള പ്രവാസി എക്സലൻസ് അവാർഡ് അഫ്സൽ ഖാൻ, അബ്ദുൽ അസീസ് മാട്ടുവയൽ, മാണി പ്രമോദ് തുടങ്ങിയവർക്ക് സമ്മാനിച്ചു. ഫിഫ അറബ് കപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഖത്തറിലെ ഭക്ഷ്യസ്ഥാപനങ്ങളിൽ പരിശോധന കർശനമാക്കി. മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധനാ ക്യാമ്പയിൻ. മുനിസിപ്പാലിറ്റി വകുപ്പ് മന്ത്രി അബ്ദുള്ള ബിൻ അല്ലാത്തിയയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയെന്ന് മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചു. ഡിസംബർ 1 മുതലാണ് ഖത്തറിൽ അറബ് കപ്പ് ആരംഭിക്കുന്നത്. സൗദിയിൽ 16 വർഷം പൂർത്തിയാക്കുന്ന ലുലു ഗ്രൂപ്പ് വിവിധ ആഘോഷ പരിപാടികൾ പ്രഖ്യാപിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സഹായ പദ്ധതി ആരംഭിക്കും. 1 മില്യൺ റിയാൽ വിലമതിക്കുന്ന സമ്മാനങ്ങൾ, 1600 ഉപഭോക്താക്കൾക്ക് ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവയും നൽകും. ജനുവരി 9 വരെ ആഘോഷ പരിപാടികൾ തുടരും. സൗദിയിൽ 16 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ലുലു. വിവിധ ആഘോഷ പരിപാടികളാണ് പ്രഖ്യാപിച്ചത്. 1 മില്യൺ റിയാൽ വിലമതിക്കുന്ന സമ്മാനങ്ങൾ, 1600 ഉപഭോക്താക്കൾക്ക് ഗിഫ്റ്റ് വൗച്ചറുകൾ, 5 ദിവസം 1000 ട്രോളികൾ തുടങ്ങിയവ ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കും. വ്യത്യസ്ത കാറ്റഗറികളിൽ വൻ വിലക്കിഴിവുകളും ഷോപ്പിംഗ് ഡീലുകളും ഉണ്ടായിരിക്കും. 1000-ലധികം ഉൽപ്പന്നങ്ങൾക്ക് 70% വിലക്കിഴിവ് നൽകുന്ന സൂപ്പർ ഫ്രൈഡേ ഓഫറും ലഭ്യമാക്കും. നാളെ മുതൽ ജനുവരി 9 വരെ ഓഫറുകളും ആഘോഷ പരിപാടികളും തുടരും. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന CSR പദ്ധതി ഇത്തവണത്തെ ആഘോഷത്തിന് മാറ്റുകൂട്ടും. ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയുള്ള സംഘടനയുമായി ചേർന്നായിരിക്കും പ്രവർത്തനം. നവംബർ 25-നാണ് പദ്ധതിക്ക് ഔദ്യോഗികമായി തുടക്കമാകുക. മീഡിയ 1 റിയാദ്. സൗദി ജുബൈലിലെ പ്രവാസി എഴുത്തുകാരൻ കബീർ M. പറളി രചിച്ച ബാലകവിതാ സമാഹാരം അമ്മ പ്രാവുകൾ പ്രകാശനം ചെയ്തു. എഴുത്തുകാർ, അധ്യാപകർ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു.
ദമ്മാം ജുബൈലിലെ പ്രവാസി എഴുത്തുകാരൻ കബീർ എം പറളി രചിച്ച ബാല കവിതാ സമാഹാരം അമ്മപ്രാവുകൾ പ്രകാശനം ചെയ്തു. ജുബൈൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിൽ നടന്ന പരിപാടിയിൽ മാധ്യമപ്രവർത്തകൻ സാബു മേലത്തിൽ പ്രകാശനം നിർവഹിച്ചു. ലളിതമായ ഭാഷയിൽ കുട്ടികളുമായി സംവദിക്കുന്ന 29 കവിതകളാണ് പുസ്തകത്തിലുള്ളത്. ജുബൈൽ ഇന്ത്യൻ സ്കൂൾ മലയാള വിഭാഗം അധ്യാപകൻ എൻ സനിൽകുമാർ പുസ്തകം പരിചയപ്പെടുത്തി. അമീർ അസ്ഹർ, കബീർ എം പറളി, മനോജ് കാലടി, സമദ് റഹ്മാൻ കൂടല്ലൂർ, AR സലാം ആലപ്പുഴ, അജാസ് മുകളേൽ, ഷിഹാബ് മാങ്ങാടൻ എന്നിവർ സംസാരിച്ചു. പപ്പായ ബുക്സാണ് പ്രസാധകർ. മുഹമ്മദ് ഷരീഫ്, അബ്ദുൽ ലത്തീഫ് മദനി, ഗസാലി ബറാമി, മുസ്തഫ കോഴിക്കോട്, സിദ്ദീഖ് കളത്തിൽ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമ്മാം. ഇന്ത്യ, UAE, ഒമാൻ എന്നീ രാജ്യങ്ങളിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളിലൂടെ ജനപ്രീതി നേടിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബഹ്റൈനിലും പ്രവർത്തനം ആരംഭിച്ചു. ബഹ്റൈനിലെ ആദ്യ ഷോറൂം ചലച്ചിത്ര താരം ആസിഫ് അലി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ, UAE, ഒമാൻ എന്നീ രാജ്യങ്ങളിൽ വേറിട്ട ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ അവതരിപ്പിച്ച് ജനപ്രീതി നേടിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ബഹ്റൈനിലെ ആദ്യ ശാഖയാണ് പ്രവർത്തനം തുടങ്ങിയത്. പ്രമുഖ ചലച്ചിത്ര താരം ആസിഫ് അലി പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. മലയാള സിനിമയ്ക്ക് ഒരുപാട് ബെസ്റ്റ് ക്യാരക്ടേഴ്സ് സമ്മാനിച്ച പ്രിയപ്പെട്ട താരം സ്വന്തം ആസിഫിക്ക. എത്ര വർഷം കൂടിയിട്ട് ഞാൻ ബഹ്റൈനിൽ ഒരു സ്റ്റേജിൽ വരുന്നതെന്നറിയോ? 2018 സൺഡേ ഹോളിഡേ 100th ഡേ സെലിബ്രേഷൻ ആഘോഷിക്കാനാണ് ഞാൻ ബഹ്റൈനിൽ ഇതിനു മുന്നേ വന്നത്. ഇത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആസിഫ് അലിയുടെയും ഹനാൻ ഷായുടെയും സാന്നിധ്യം ആരാധകരെ ആവേശത്തിലാഴ്ത്തി. ഗായകൻ ഹനാൻ ഷാ, ഉടമകളായ ഷാനവാസ്, ഷംന ഷാനവാസ് എന്നിവരും ബഹ്റൈനിലെ പ്രവാസി സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് നമ്മുടെ നക്ഷത്രയുടെ ബഹ്റൈനിലെ ഏറ്റവും ഫസ്റ്റ് ഷോപ്പിന്റെ ഇനോഗ്രേഷൻ ആണ് കഴിഞ്ഞത്. മാഷാല്ലാ, ഒരു രക്ഷയില്ല. ബഹ്റൈൻകാരെന്ന് പറഞ്ഞാൽ അത്രയും കട്ട സപ്പോർട്ടായിട്ട് വന്നു. കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ നക്ഷത്ര എന്ന് പറയുമ്പോൾ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസുകളാണ് ഒരുക്കിയത്. കുറേ പേരായിട്ട് നമുക്ക് കമൻറ്റിൽ വരുന്നുണ്ട് ബഹറിൽ വായോ എന്ന്. അങ്ങനെ നമ്മൾ ബഹറിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് 100% ആൾക്കാർ നമ്മുടെ ഇനോഗ്രേഷന് വന്നു. ഇനോഗ്രേഷൻ എല്ലാവരും കൂടി ഞങ്ങൾ കളറാക്കി. അപ്പോൾ വന്നവർക്കും ആസിഫ് അലി, നമ്മുടെ സ്വന്തം ഹനാൻ ഷായും ടീമും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും നമ്മുടെ ബഹ്റിൻ ടീമും എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു വലിയ ഗ്രാൻഡ് ഇനോഗ്രേഷനാണ് നക്ഷത്രയുടെ കഴിഞ്ഞത്. അപ്പോൾ ഇനിയും തുടർന്നുള്ള എല്ലാ ഇതും നമ്മുടെ കട്ട സപ്പോർട്ടായിട്ടുണ്ടാകണം. ഒരുപാട് ലൈറ്റ് വെയ്റ്റ് കുഞ്ഞു കളക്ഷൻസും അതുപോലെ തന്നെ ഒരുപാട് കിടിലൻ ഓഫേഴ്സും സർപ്രൈസ് ഗിഫ്റ്റുകളായിട്ടാണ് നമ്മുടെ സ്വന്തം നക്ഷത്ര ധന മാളിൽ ഓപ്പൺ ആയിരിക്കുന്നത്, ഫസ്റ്റ് ഫ്ലോറിൽ. അപ്പോൾ എന്തായാലും എല്ലാവരും വിസിറ്റ് ചെയ്യാം. ദാനാമാളിലെ വിശാലമായ ഷോറൂമിൽ ആകർഷകമായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. അഴകും വ്യത്യസ്തതയുമുള്ള ആന്റിക് കളക്ഷനുകളും ഷോറൂമിൽ ലഭ്യമാണ്. സ്വർണ്ണവില ഉയർന്ന നിലയിൽ തുടരുന്ന സാഹചര്യത്തിലും ഉപഭോക്താക്കളുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ മനോഹരമായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ ഒരുക്കി നൽകുക എന്നതാണ് നക്ഷത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. നിലവിൽ ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിൽ വിപുലമായ ഷോറൂമുകളോടെ പ്രവർത്തിക്കുന്ന നക്ഷത്ര അടുത്ത ഘട്ടത്തിൽ കുവൈറ്റ്, മലേഷ്യ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. മീഡിയ 1 ബഹ്റൈൻ. UAE പ്രമുഖ ജ്വല്ലറി റീറ്റെയിൽ സ്ഥാപനമായ തങ്കൾസ് ഗ്രൂപ്പിന്റെ 31ാമത് ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തു. ദുബായ് ഖരാമ സെന്ററിലാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. സ്വർണ്ണ വിപണന രംഗത്ത് 50 വർഷം പിന്നിട്ട തങ്കൾസ് ഗ്രൂപ്പിന്റെ 31ാമത്തെ ഔട്ട്ലെറ്റാണ് ദുബായ് ഖറാമ സെന്ററിൽ ഉദ്ഘാടനം ചെയ്തത്. സൗത്ത് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെയും സംസ്കാരങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ആഭരണങ്ങൾ മുതൽ ഇന്റർനാഷണൽ കളക്ഷനുകളും പുതിയ തലമുറയെ ആകർഷിക്കാൻ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറികളും ഇവിടെ ലഭ്യമാകും. ആഭരണ നിർമ്മാണ രംഗത്തെ വർഷങ്ങൾ നീണ്ട പരിചയസമ്പത്തും മാറ്റങ്ങൾക്കനുസരിച്ച ഡിസൈനുകൾ വിപണിയിലിറക്കാൻ സാധിക്കുന്നതുമാണ് തങ്കൾസ് ഗ്രൂപ്പിന്റെ പ്രത്യേകതയെന്ന് ഗ്രൂപ്പ് ചെയർമാൻ മുനീർ തങ്കൾസ് പറഞ്ഞു. UAE 14ാമത്തെ ഔട്ട്ലെറ്റാണ് തങ്കൾസിന്റെ. വേൾഡ് ഞങ്ങൾ 31ാമത്തെ സ്റ്റോറാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് 50 വർഷം പൂർത്തിയാക്കുന്ന തങ്കൾസ് ജ്വല്ലറി ഗ്രൂപ്പ് അതിൻ്റെ UAE 14ാമത്തെ ഷോറൂമാണ് ഇപ്പോൾ ഖറാമ സെന്ററിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പണിക്കൂലിയിലടക്കം വിവിധ ഓഫറുകളും നറുക്കെടുപ്പുകളും സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു സ്പെഷ്യൽ ഓഫറും ഉണ്ട്. 1 മന്ത് വാങ്ങുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ലക്കി ഡ്രോയിൽ ഇതിൽ വരാം. വന്നു കഴിഞ്ഞാൽ ഐഫോൺസ് കൊടുക്കുന്നുണ്ട്, പിന്നെ ഗോൾഡ് കോയിൻസ് ഉണ്ട്. 5 ഗ്രാംസിൻ്റെ ഗോൾഡ് കോയിൻസ് ആണ് എല്ലാവർക്കും കൊടുക്കുന്നത്. പിന്നെ TV ഉണ്ട്, 65 ഇഞ്ച് LED QLED TV കൊടുക്കുന്നുണ്ട്. ഓഫേഴ്സും ഉണ്ട് ഒരു മാസത്തേക്ക് മുഴുവനായിട്ട്.
ഉദ്ഘാടന ചടങ്ങിൽ തങ്ങൾസ് ഗ്രൂപ്പ് CEO ഫാസിൽ തങ്ങൾസ്, CFO സഞ്ജയ് ചന്ദ്രാന, മാർക്കറ്റിംഗ് മാനേജർ രാജേഷ് എന്നിവരും പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. ദോഹയിൽ നടക്കുന്ന ഖത്തർ ട്രാവൽ മാർട്ടിന്റെ ടൂറിസം പവലിയൻ തുറന്നു ഗോവ. ഖത്തറുമായും മിഡിൽ ഈസ്റ്റുമായും ശക്തമായ ടൂറിസം സഹകരണത്തിനായി സംസ്ഥാനം ശ്രമിക്കുന്നുണ്ടെന്ന് ഗോവ ടൂറിസം മന്ത്രി രോഹൻ എ ഖൌദ് പറഞ്ഞു. വർഷം മുഴുവൻ സന്ദർശിക്കാൻ കഴിയുന്ന വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ഗോവയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഖത്തർ ട്രാവൽ മാർട്ടിലെ ഗോവ ടൂറിസം പവലിയൻ ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ ബിബുൽ ഉദ്ഘാടനം ചെയ്തു. ശരീരത്തിൽ ഒളിപ്പിച്ച് കുവൈറ്റിലേക്ക് ലഹരി കടത്താൻ ശ്രമിച്ചയാൾ വിമാനത്താവളത്തിൽ പിടിയിലായി. ലണ്ടൻ ഹീത്രൂ വിമാനത്താവളത്തിൽ നിന്നെത്തിയ ഒരു യാത്രക്കാരന്റെ ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ മയക്കുമരുന്ന് കണ്ടെത്തി. ഇയാളുടെ കൈവശം 412 ഗ്രാം ആഷിഷ് കണ്ടെത്തി. യൂറോപ്യൻ പൗരനായ യാത്രക്കാരൻ മയക്കുമരുന്ന് കൊണ്ടുപോകുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നുള്ള നിരീക്ഷണത്തിലാണ് പ്രതി പിടിയിലായത്. ഇയാൾ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ ഉടനെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇയാളെ പിടികൂടി. പൗരത്വ നിയമം ഉദാരമാക്കിയിരിക്കുകയാണ് കാനഡ. ഇന്ത്യൻ പ്രവാസികൾക്ക് ഗുണകരമാണ് പുതിയ തീരുമാനം. നിയമത്തിന്റെ വിശദാംശങ്ങൾ അറിയാം. വിഷ്ണുദത്ത് വിശദീകരിക്കും. വളരെ വലിയൊരു നീക്കമാണ് കാനഡ നടത്തിയിരിക്കുന്നത്. പൗരത്വ നിയമത്തിൽ ഉദാരമാക്കി മാറ്റിയിരിക്കുകയാണ് കാനഡ. എങ്ങനെയാണെന്ന് നോക്കാം. അതായത് പരിഷ്കരണം, അതായത് നിലവിൽ നിലനിൽക്കുന്ന പൗരത്വ നിയമം അത് വംശാവലി അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിലൊരു മാറ്റം വരുത്തിയിരിക്കുകയാണ് കാനഡ. ആ ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് കനേഡിയൻ സർക്കാർ. ബിൽ C3 എന്ന ബില്ലിനാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇത് ഏത് രീതിയിലാണെന്ന് നോക്കാം. നിലവിലുള്ള നിയമം വിദേശത്ത് ജനിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും കാനഡയിൽ ജനിച്ചിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് പൗരത്വം നഷ്ടമാകുന്നതാണ്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, വിദേശത്ത് ജനിച്ച കനേഡിയൻ മാതാപിതാക്കൾക്ക് വിദേശത്ത് തന്നെ മക്കളുണ്ടാവുകയാണെങ്കിൽ അതിലേതെങ്കിലും ഒരാൾക്ക് കനേഡിയൻ പൗരത്വം ഇല്ലെങ്കിൽ, അത് മാതാപിതാക്കളിൽ ഏതെങ്കിലും ഒരാൾക്ക് കനേഡിയൻ പൗരത്വം ഇല്ലെങ്കിൽ ആ കുട്ടികൾക്ക് പൗരത്വം ലഭിക്കില്ല. അതാണ് നിലവിലുള്ള നിയമം. ഇതിനെതിരെ ഒരുപാട് പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു. ഭരണഘടനാ വിരുദ്ധമാണെന്ന് 2 വർഷം മുമ്പ് വിവിധ കോടതികൾ നിരീക്ഷിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് സർക്കാർ ഇത്തരത്തിലൊരു മാറ്റം വരുത്താൻ വേണ്ടി തയ്യാറാകുന്നത്. ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ പരിണിത ഫലം അനുഭവിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം ലഭിക്കുന്നത്, നിലവിൽ നിയമം മൂലം പൗരത്വം ലഭിക്കാത്തവർക്കാണ് അതിൻ്റെ ഗുണം ലഭിക്കുക. ഇനി മറ്റൊരു തരത്തിൽ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന ആളുകളെ പറഞ്ഞാൽ, വിദേശത്ത് ജനിച്ചതോ ദത്തെടുക്കപ്പെട്ടതോ ആയ കുട്ടികളുടെ കുടുംബങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും. മറ്റൊരു വിഭാഗം മുൻ നിയമം മൂലം ഒഴിവാക്കപ്പെട്ടവർ, പൗരത്വം ഇല്ലാതാക്കപ്പെട്ടവർക്ക് ഈ ഒരു ആനുകൂല്യം ഉപകാരപ്പെടും. അവർക്ക് പൗരത്വം ലഭിക്കുക എന്നൊരു വലിയൊരു കാര്യമാണ് ഇതിലൂടെ നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പ്രവാസികൾക്കും ഏറെ ഗുണകരമായ ഒരു നിയമ ഭേദഗതി അല്ലെങ്കിൽ പുതിയ ബില്ലാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും സ്വാഗതാർഹമായ വലിയൊരു മുന്നേറ്റം തന്നെയാണ് കനേഡിയൻ സർക്കാർ നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏത് രീതിയിലുള്ള ഗുണങ്ങൾ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കനേഡിയക്കാർക്ക്, നമ്മുടെ ഇന്ത്യൻ പ്രവാസികൾക്ക് ലഭിക്കും എന്ന കാര്യങ്ങൾ നമുക്ക് വരുന്ന കാലങ്ങളിൽ അറിയാവുന്നതാണ്. ധന്യ. കുവൈത്തിലെ എണ്ണ ഖനന കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ മലയാളി മരിച്ചു. കണ്ണൂർ കൂടാളി സ്വദേശി രാജേഷാണ് ഓയിൽ റിഗിലുണ്ടായ അപകടത്തിൽ മരിച്ചത്. രാജേഷിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ദിവസങ്ങൾക്ക് മുൻപ് അബ്ദലിയിലെ എണ്ണ ഖനി കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ 2 മലയാളികൾ മരിച്ചിരുന്നു. ഹൃദയാഘാതം മൂലം ആലപ്പുഴ സ്വദേശി ഒമാനിൽ മരിച്ചു. ഹരിപ്പാട് കുമാരപുരം സ്വദേശി സുനിലാണ് നിസ്വയിൽ മരിച്ചത്. ഏറെക്കാലമായി കുടുംബത്തോടൊപ്പം ഒമാനിൽ താമസിക്കുന്ന സുനിൽ ബിസിനസ് ചെയ്തു വരികയായിരുന്നു. മസ്കറ്റ് മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നിസ്വയിലെ സാമൂഹ്യ പ്രവർത്തകരുടെയും മസ്കറ്റ് KMCCയുടെയും നേതൃത്വത്തിൽ തുടർ നടപടികൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി കൊച്ചിയിലേക്കുള്ള ഒമാൻ എയർ വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോകും. കുവൈത്തിൽ ഗാർഹിക തൊഴിലാളിയായ മലയാളി യുവതി മരിച്ചു. ഇടുക്കി കാഞ്ചിയാർ സ്വദേശി രശ്മിയാണ് മരിച്ചത്. കുവൈറ്റ് സ്വദേശിയുടെ വീട്ടിൽ ജോലിക്കിടെ പക്ഷാഘാതമുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ OICC കെയർ ടീമിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു.